to study approaches to the study of religion. That is the third unit in BSOE 145. Okay. First, we have to see what is evolutionism and its roots, and it contains positivism and intellectualism in that points. Then intellectual theories of religion, that is nature, mythoschool, the ghost theory, and the soul theory of animism. After that, the origin of religion, psychobiological processes, and in it a product of fear. With different points are a product of fear. Second, religious feeling and thrill. Then emotional stress, feelings of guilt. After that, functionalist theories. So now we have to look what is evolutionism and its roots. Evolutionism refers to a belief that the societies everywhere have a unique pattern. എവിടെ നോക്കിയാലും എവല്യൂഷനിസം അല്ലെങ്കിൽ പരിണാമം അതിൻ്റെ റൂട്ട്സും അത് നോക്കുമ്പോൾ പരിണാമം റെഫേഴ്സ് ടു എ ബിലീഫ് ദാറ്റ് സൊസൈറ്റീസ് എവരിവെയർ, ലോകത്ത് എവിടെയായാലും സൊസൈറ്റീസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക പാറ്റേണിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഹിയർ ഇറ്റ് ഈസ് ഓൾസോ അണ്ടർസ്റ്റുഡ് ദാറ്റ് മൈൻഡ് ആസ് വെൽ ആസ് എ സൊസൈറ്റി towards ever increasing complexity and rationality. ഇപ്പൊ here also understood that mind as well as a society, നമ്മുടെ മനസ്സും അതുപോലെ തന്നെ സൊസൈറ്റിയിലും ഒരേ ലീനിയർ ഒരേ ലെവലിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ കോംപ്ലക്സിറ്റിയും വർദ്ധിക്കും, അതുപോലെ റാഷണാലിറ്റി മനുഷ്യ മനസ്സിൻ്റെ കോംപ്ലക്സിറ്റി വർദ്ധിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ യുക്തി ചിന്തയും അതുപോലെ സങ്കീർണത്വവും വിപുലീകരിക്കും അതുപോലെ തന്നെ സൊസൈറ്റിയുടെ കാര്യത്തിലും ഈ പ്രോഗ്രസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ റിലീജിയന്റെ കാര്യത്തിലും ഇത് സത്യമാണ്. ഇൻ ദിസ് relation are definite stages beginning from the origin to the present state. അപ്പൊ ഇതില് നമ്മൾ കാണുന്നത് റിലീജിയന്റെ ആ പ്രസന്റ് സ്റ്റേജ് എന്താണെന്നും അതുപോലെ തന്നെ പ്രാരംഭത്തിൽ നിന്ന് ഇപ്പോഴുള്ള സ്ഥിതിയിലേക്ക് എങ്ങനെയാണ് വളർന്നതെന്ന്, അതാണ് എവല്യൂഷനിസത്തിൽ കൂടി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. മോസ്റ്റ് എവല്യൂഷനിസ്റ്റ് സ്റ്റഡീസ് ദ വേൾഡ്സ് പ്രിമിറ്റീവ് പീപ്പിൾ ഫോർ ഫൗം ആൻഡ് പ്രോഗ്രസ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സൊസൈറ്റീസ്. മോസ്റ്റ് എവല്യൂഷനിസ്റ്റ് സ്റ്റഡീസ് ഏത് എവല്യൂഷനിസ്റ്റ് സ്റ്റഡി എടുത്താലും വേൾഡിൽ എപ്പോഴും സ്വീകരിക്കുന്ന ഒരു മെത്തേഡാണ് പ്രിമിറ്റീവ് പീപ്പിളിൽ നിന്ന് ഈ ആധുനിക ലോകത്തിലേക്കുള്ള പുരോഗതി. മനുഷ്യന്റെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കാൻ നേരത്ത് അതുപോലെ തന്നെ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റിലീജിയനും പ്രിമിറ്റീവ് റിലീജിയനിൽ നിന്ന് ഈ ആധുനിക റിലീജിയനിലേക്കുള്ള പ്രയാണം അതിന്റെ പ്രോഗ്രസ്സും അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ദേ ഡിഡ് നോട്ട് contain in one theory of social development but presented widely varying through which human societies were supposed to have passed. ഈ സൊസൈറ്റിയിൽ ഏത് സ്ഥലത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ മോസ്റ്റ് എവല്യൂഷനിസ്റ്റ് സ്റ്റഡീഡ് ദ വേൾഡ് primitive people for finding out the beginning and progress of social institutions and society. They did not, however, agree on any one theory of social development but presented widely varying schemes of development through which human societies were supposed to have passed. അപ്പോൾ സംസ്കാരത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും, ലോകത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും പരിണാമം എങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കണേന്ന്. പ്രാരംഭത്തിൽ നിന്ന് ഈ ആധുനിക യുഗത്തിലേക്കുള്ള ആ വളർച്ച അതെപ്പോഴും ഒരു പ്രത്യേക രീതിയിലാണ്. എല്ലായിടത്തും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയാണ് പ്രോഗ്രസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അത് കോംപ്ലക്സിറ്റിയിലേക്കും റാഷണാലിറ്റിയിലേക്കും ഒക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദേ ഡിഡ് നോട്ട് ഹവർ എഗ്രി ഓൺ എനി വൺ തിയറി ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ്. അപ്പൊ ഏതെങ്കിലും ഒരു തിയറി, ഈ സോഷ്യൽ ഡെവലപ്മെന്റിന് പുരോഗതിക്ക് ഏതെങ്കിലും ഒരു തിയറി മാത്രം പോരാ, but presented widely varying schemes of development through which human societies were supposed to have passed. They did not, however, agree on any one theory of social development. ഏതെങ്കിലും സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഒരു തിയറിയിൽ മാത്രമല്ല ഇത്തരം ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. വൈഡ്ലി വേരിങ് സ്കീംസ് ഓഫ് ഡെവലപ്മെന്റ് ത്രൂ വിച്ച്
societies were supposed to have passed. പല സ്കീമിൽ കൂടിയാണ് കടന്നുപോയിട്ടാണ് സൊസൈറ്റി ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിച്ചേർന്നത്. എവല്യൂഷനിസ്റ്റ് വേ ഓഫ് തിങ്കിങ് അബൌട്ട് ഹ്യൂമൻ സൊസൈറ്റീസ് ടുക്ക് ഫൈനൽ ഷേപ്പ് ഇൻ ദ ഏർലി 19th century. എവല്യൂഷനിസ്റ്റ് വേ ഓഫ് തിങ്കിങ് about human societies, ഹ്യൂമൻ സൊസൈറ്റീനെ കുറിച്ച് എവല്യൂഷനിസ്റ്റ് വേ ഓഫ് തിങ്കിങ്ങിൽ പറയുന്നത് ഷേപ്പ് ഇൻ ദ ഏർലി 19th century, അത് ഏർലി 19th centuryയിലെ കാര്യങ്ങൾ തുടങ്ങിയാണ്, അവിടം വരെ എത്തിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇറ്റ് ലെഫ്റ്റ് എ ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ മെനി ഡിസിപ്ലിൻസ്, പർട്ടിക്കുലർലി സയൻസ്, ഫിലോസഫി ആൻഡ് ആന്ത്രപ്പോളജി ഓർ സോഷ്യോളജി. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എവല്യൂഷനിസം, ആന്ത്രപ്പോളജിസ്റ്റ് began the search for the origin of society, religion, finally, and other social institutions. അപ്പൊ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എവല്യൂഷനിസം, എവല്യൂഷനിസത്തിന്റെ ആ സ്വാധീനത്തിൽ നിന്നുകൊണ്ട് ആന്ത്രോപോളജിസ്റ്റ് ബിഗാൻ ദ സെർച്ച് ഫോർ ദ ഒറിജിൻ ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയുടെ ആരംഭം, അതുപോലെ റിലീജിയന്റെ ആരംഭം, അതുപോലെ തന്നെ ഫൈനലി അതർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആരംഭമൊക്കെ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദ term evolutionism came to be identified with the anthropological theories dealing with the origin and development of religion. These evolutionists were trying to identify, using whatever material was available about the pre-modern tribal societies, the stages through which society and its institutions developed over the years. അപ്പോൾ പ്രാരംഭത്തിൽ നിന്ന് ഇന്നത്തെ നിലയിലേക്ക് സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ പ്രീ മോഡേൺ ട്രൈബൽ സൊസൈറ്റിയിൽ നിന്ന് മോഡേൺ ട്രൈബൽ സൊസൈറ്റിയിലേക്ക് എത്തിപ്പെടാനായിട്ട് കുറേ സ്റ്റേജസ് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ദ സ്റ്റേജസ് ഡിസ്ക്രൈബ്ഡ് by them can be listed as those of animism, animatism, etc. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേജ് കടന്നു കൊണ്ടുവന്ന് പ്രാരംഭ ദിശയിൽ നിന്ന് ഈ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് എത്തിപ്പെടാനെടുത്ത ആ വഴികളിൽ പല പേരുകളിൽ പല തിയറികൾ അറിയപ്പെടുന്നുണ്ട്. അനിമിസം, അനിമാറ്റിസം, എക്സെട്ര. എവല്യൂഷനിസ്റ്റ് understanding of religion seems to rest on two assumptions, namely positivism and intellectualism. ഇനി എവല്യൂഷനിസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലീജിയനെ മനസ്സിലാക്കാൻ രണ്ട് അസംഷൻ ആണ് അവർക്ക് സഹായകരമായിട്ട് കിട്ടിയത്. ഒന്ന് പോസിറ്റിവിസവും മറ്റത് ഇന്റലക്ച്വലിസവും. We will briefly discuss the two assumptions before studying in detail evolutionary the origin of religion. ഇനി അടുത്തത് ഫസ്റ്റ് വൺ പോസിറ്റിവിസം ആണ്. അപ്പൊ ഈ എവല്യൂഷണറി തിയറീസിൽ പ്രാരംഭഘട്ടത്തിൽ നിന്ന് ഈ ഘട്ടത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് രണ്ട് അസംഷൻസ് ആണ് എവല്യൂഷനിസ്റ്റിനെ ചെയ്തത്. അതൊന്ന് പോസിറ്റിവിസം, മറ്റത് ഇന്റലക്ച്വലിസം. ഇനി പോസിറ്റിവിസം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പോസിറ്റിവിസം മീൻസ് എ കമ്മിറ്റ്മെന്റ് ടു പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ സയൻസ്. പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ സയൻസിന്റെ തത്വങ്ങളിൽ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഇറ്റ് റെഫേഴ്സ് ടു എ കൺവിക്ഷൻ ദാറ്റ് ലൈക്ക് അതർ നാച്ചുറൽ സയൻസ്, സോഷ്യോളജി ക്യാൻ ഓൾസോ ഓഫർ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഓഫ് സോഷ്യൽ ഫിനോമിന. അപ്പൊ it refers to a conviction that like other natural science, മറ്റ് നാച്ചുറൽ സയൻസിനെ പോലെ സോഷ്യോളജി ക്യാൻ ഓൾസോ ഓഫർ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഓഫ് സോഷ്യൽ ഫിനോമിന. അപ്പൊ സോഷ്യോളജിയുടെ സബ്ജക്ട് മാറ്റർ ആണ് സോഷ്യൽ ഫിനോമിനാസ്. അത് സയൻസിന്റെ മാറ്റേഴ്സിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം സയന്റിഫിക് മെത്തേഡിലൂടെ, അതുപോലെ തന്നെ സോഷ്യോളജിക്ക് സോഷ്യോളജിക്കൽ ആസ്പെക്ട്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്ന അഭിപ്രായമാണ് ഇതിലുള്ളത്. വെരി ഓഫൻ ട്രൈ ടു കോൺട്രാക്ട് റിലീജിയൻ വിത്ത് സയൻസ്. ഫോർ ദം റിലീജിയൻ വെൻ സബ്ജക്റ്റഡ് ടു scientific analysis ends up merely as something irrational. For them, religion when subjected to scientific analysis, ഇപ്പോൾ സയന്റിഫിക് അനാലിസിസിൽ കൂടി റിലീജിയനെ അനലൈസ് ചെയ്യണമെങ്കിൽ എൻസ് ഓഫ് മിയർലി ആസ് സംതിങ് ഇറാഷണൽ, അതെന്തോ ഒരു ഇറാഷണൽ ആയിട്ട് തോന്നും. പോസിറ്റിവിസ്റ്റ് ടെൻഡഡ് ടു അസ്യൂം ദാറ്റ് വെൻ ബിലീഫ് ഇൻ സയൻസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റ് ആൻഡ് സെൻസറി പെർസെപ്ഷൻ ഈസ് വൈഡ്ലി held, religion will lose its value. They argue that under the impact of rapid industrialization, religion was losing its ground. അപ്പോൾ they argued that അപ്പോൾ എല്ലാം സയൻസിലൂടെ എന്നുള്ള ആ ഒരു ചിന്താഗതി അത് എപ്പോഴും ശരിയാവണമെന്നില്ല. ദേ ആർഗ്യൂഡ് ദാറ്റ് അണ്ടർ ദ ഇമ്പാക്ട് ഓഫ് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷന്റെ
സ്വാധീനം മൂലം റിലീജിയൻ വാസ് ലോസിങ് ഇറ്റ്സ് ഗ്രൗണ്ട്. റിലീജിയന് അതിൻ്റെ ഗ്രൗണ്ട് തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്ന് അവർ അതിനെതിരായിട്ട് പറയുന്ന ആളുകൾ ആർഗ്യൂ ചെയ്യാറുണ്ട്. ഇനി സ്പെൻസർ believed that the theological stage was, അവിടെ സ്പെൻസർ അല്ല കേട്ടോ, കോംപ്റ്റ് ആണ്. കോംപ്റ്റ് believed that the theological stage was the beginning, metaphysical stage was the next, and the scientific stage was the last in the evolution of human society. അപ്പോൾ കോംപ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് 3 സ്റ്റേജസിൽ കൂടിയാണ് ഡെവലപ്മെന്റ് എപ്പോഴും കടന്നു പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് തിയോളജിക്കൽ സ്റ്റേജ്, അതാണ് അതിന്റെ ബിഗിനിങ് സ്റ്റേജ്. ദെൻ ആഫ്റ്റർ ദാറ്റ് മെറ്റാഫിസിക്കൽ സ്റ്റേജ്. മെറ്റാഫിസിക്കൽ സ്റ്റേജ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് ദാറ്റ് വാസ് സയന്റിഫിക് സ്റ്റേജ്, അതാണ് എവല്യൂഷന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് എന്നാണ് കോംപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. കോംപ്റ്റ് എംഫസൈസ്ഡ് ദാറ്റ് റിലീജിയൻ വിൽ എൻഡ് ആഫ്റ്റർ ദ ഫർദർ ഗ്രോത്ത് ഓഫ് സയൻസ്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ സയൻസിന് അധികം ഫർദർ ഗ്രോത്ത് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെർബർട്ട് സ്പെൻസർ, ആൻ ഇംഗ്ലീഷ് സ്കോളർ, ആർഗ്യൂഡ് ദാറ്റ് റിലീജിയൻ അറോസ് ഫ്രം ദ പ്രാക്ടീസ് ഓഫ് വർഷിപ്പിംഗ് ദ ഗോസ്റ്റസ് ഓഫ് അൻസിസ്റ്റേഴ്സ്. അപ്പോൾ സ്പെൻസർ 1820 1903 അദ്ദേഹത്തിന് ഉള്ള ഒരു സ്കോളറാണ്, ഇംഗ്ലീഷ് സ്കോളറാണ് ഹെർബർട്ട് സ്പെൻസർ. അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു ദാറ്റ് റിലീജിയൻ അറോസ് ഫ്രം ദ പ്രാക്ടീസ് ഓഫ് വർഷിപ്പിംഗ് ദ ഗോസ്റ്റ് ആൻസിസ്റ്റേഴ്സ്. പൂർവികന്മാരുടെ ഗോസ്റ്റുകളെ വർഷിപ്പ് ചെയ്യുന്നതിൽ നിന്നാണ് പുരാതന കാലത്ത് റിലീജിയൻ ഫോം ചെയ്തതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഹെർബർട്ട് സ്പെൻസർ. ദിസ് പ്രാക്ടീസ് വാസ് യൂണിവേഴ്സൽ. ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പൂർവികരെ ആരാധിക്കുക എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ പ്രാക്ടീസ് ആണ്. അക്കോർഡിംഗ് ടു ഹിം എമംഗ് പ്രിമിറ്റീവ് പീപ്പിൾ, പ്രത്യേകിച്ച് പ്രിമിറ്റീവ് പീപ്പിൾസിന്റെ ഇടയിൽ പൂർവികന്മാരെ ആരാധിക്കുക എന്നുള്ള ആ ഒരു രീതി അത് പണ്ടേ ഉള്ളതാണ്, അത് എപ്പോഴും നിലനിൽക്കുന്നതാണ്. ആഫ്റ്റർ ദിസ് സ്റ്റേജ് കെയിം പൊളിറ്റിസം. അത് ഈ സ്റ്റേജ് കഴിഞ്ഞപ്പോഴാണ് പൊളിറ്റിസം, അതായത് വർഷിപ്പിംഗ് മെനി ഗോഡ്സ്, ഒത്തിരി ദൈവങ്ങളെ ആരാധിക്കുക എന്നുള്ളത് ആ ഒരു സങ്കല്പം വന്നത്. ആൻഡ് ഫൈനലി മോണോത്തിസിസം, അതിൽ നിന്ന് ഫൈനലായിട്ട് വന്നത് വർഷിപ്പിംഗ് എ സിംഗിൾ ഗോഡ്, ഒരു ദൈവത്തിലേക്ക് വിശ്വാസം അർപ്പിക്കുക എന്നുള്ളത്, അതാണ് മോണോത്തിസിസം എന്ന് പറയുന്നത്. സ്പെൻസർ 1857 ക്ലെയിംഡ് ഇൻ ഹിസ് എസ്സേ പ്രോഗ്രസ് ഇറ്റ് ഈസ് ലോ ആൻഡ് കോസ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് പ്രോഗ്രസ് ഇറ്റ്സ് ലോ ആൻഡ് കോസ്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സയൻസ് അഡ്വാൻസസ് ആൻഡ് കോൺട്രാക്ട് based society develops, religion centered on ഗോഡ് ഹെഡ് വിൽ ഫെയ്ഡ് എവേ. അപ്പൊ ഇങ്ങനെ ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സയൻസ് കൂടുതൽ വിപുലീകരിക്കപ്പെടും, കൂടുതൽ അഡ്വാൻസ് ആകും. അപ്പോഴേക്കും സൊസൈറ്റി അതോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അതോടെ റിലീജിയൻ സെന്റർ ഡൗൺ ഗോഡ് ഹെഡ് വിൽ ഫെയ്ഡ് അവേ. അപ്പൊ അതോടെ റിലീജിയന്റെ ആ പ്രാധാന്യത്വം കുറഞ്ഞു വരും, ഗോഡ് എന്നുള്ള ഒരു ആ വിശ്വാസവും മങ്ങിത്തുടങ്ങുന്നു. കോൺസിക്വന്റ്ലി അഗ്നോസ്റ്റിസിസം ബിലീഫ് ദാറ്റ് നത്തിങ് ക്യാൻ ബി നോൺ അബൌട്ട് ഗോഡ്. അപ്പൊ അങ്ങനെ കാലക്രമേണ അങ്ങനെ ആ റിലീജിയന്റെ മഹത്വം കുറച്ചുകൊണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഗോഡ് ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. അതിനെയാണ് അഗ്നോസ്റ്റിസിസം എന്ന. വിൽ ബി ദ റിലീജിയൻ ഓഫ് ദ സയന്റിഫിക് ഏജ്. അത് സയന്റിഫിക് ഏജിലെ റിലീജിയൻ ആയിരിക്കും അഗ്നോസ്റ്റിസിസം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബിലീവ് ദാറ്റ് നത്തിങ് ക്യാൻ ബി നോൺ about God എന്നുള്ള ആ ഒരു അസംഷൻ. വി മേ സേ ദാറ്റ് സ്പെൻസർ ഇൻ ഹിസ് 3 volumes of Principles of Sociology constructed first systematic theory of religion. അപ്പൊ അദ്ദേഹം ഫസ്റ്റ് സിസ്റ്റമാറ്റിക് തിയറി ഓഫ് റിലീജിയൻ അത് ഫോം ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജി എന്നുള്ള ബുക്കിലൂടെയാണ്. ഇന്റലക്ച്വലിസം എന്താണെന്ന് നോക്കുക. ഇന്റലക്ച്വലിസം റെഫേഴ്സ് to the exercise of reasoning for explaining something. എന്തിനെ കുറിച്ച് വിവരിക്കുന്നോ അതിന്റെ കാര്യകാരണ സഹിതം വിവരിക്കുക, അങ്ങനെ ചെയ്യുന്ന അതിനെയാണ് ഇന്റലക്ച്വലിസം എന്ന് പറയുന്നത്. സ്കോളേഴ്സ് വിത്ത് ആൻ ഇന്റലക്ച്വലിസ്റ്റ് അസംപ്ഷൻസ്. അപ്പൊ ഇന്റലക്ച്വലിസ്റ്റ് അസംപ്ഷൻ ഉള്ള സ്കോളേഴ്സ് ആർഗ്യൂ ദാറ്റ് റിലീജിയൻ ഈസ് എ റീസൺഡ് ഓർ റാഷണൽ റെസ്പോൺസ്. റിലീജിയൻ എന്ന് പറയുന്നത് ഒരു റീസൺഡും അതുപോലെ റാഷണൽ റെസ്പോൺസ് ആണ് ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ദ നാച്ചുറൽ ഫിനോമിന. പ്രകൃതിയിലെ പ്രതിഭാസങ്ങളിലോടുള്ള മനുഷ്യന്റെ ബുദ്ധിപരവും അതുപോലെ കാര്യകാരണ സഹിതവുമായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് റിലീജിയൻ എന്നുള്ള ആണ് ഈ ഇന്റലക്ച്വൽ
സ്കോളേഴ്സിന്റെ അഭിപ്രായം. എവല്യൂഷനിസം ബേസ്ഡ് ഓൺ ദ ഇന്റലക്ച്വൽസ് അസംഷൻസ് ക്ലെയിം ദാറ്റ് റിലീജിയൻ ഈസ് എ മാറ്റർ ഓഫ് നോളജ്. അപ്പൊ ഈ എവല്യൂഷനിസം ബേസ്ഡ് ഓൺ ദ ഇന്റലക്ച്വലിസ്റ്റിന്റെ അഭിപ്രായത്തിൽ റിലീജിയൻ ഈസ് എ മാറ്റർ ഓഫ് നോളജ്, ഒരു മാറ്റർ ഓഫ് നോളജ് ആണ് റിലീജിയൻ എന്ന് പറയുന്നത്. ദ എമോഷണൽ സൈഡ് ഓഫ് റിലീജിയൻ വാസ് ഇഗ്നോർഡ് ബൈ ദ 19th സെഞ്ചുറി ഇന്റലക്ച്വലിസ്റ്റ്. പക്ഷേ 19th സെഞ്ചുറി ഇന്റലക്ച്വൽസ് അതിന്റെ എമോഷണൽ സൈഡ് അങ്ങ്, വികാരപരമായിട്ടുള്ള ഒരു സൈഡ് ഉണ്ടാവുമല്ലോ എല്ലാത്തിനും, ആ സൈഡിനെ അവരങ്ങോട്ട് മറച്ചു വെച്ച്. എസെൻഷ്യൽ അഡീഷൻ ലേറ്റർ ഇൻ ദ 20th സെഞ്ചുറി ദ intellectuals were criticized for their one-sided approach to religion. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗം മറച്ചു വെച്ചുകൊണ്ട് മറ്റേ ഭാഗത്തിനെ മാത്രം വിവരിക്കുന്ന ആ മെത്തേഡിന് വളരെയധികം വിമർശകരുണ്ടായിരുന്നു. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദിസ് വാലിഡ് ക്രിറ്റിസിസം വി ക്യാൻ സേ വൺ തിങ് ദാറ്റ് ദേ വെർ ദ ഫസ്റ്റ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് ദ പ്രിമിറ്റീവ്സ് വെർ നോട്ട് മൈൻഡ്ലെസ് ആൻഡ് ഗോഡ്ലെസ് ആസ് ദ റിപ്പോർട്ട് ഓഫ് മിഷണറീസ് ആൻഡ് അഡ്വാൻറ്റേജസ് മെയ്ഡ് ദം ഔട്ട് ടു ബി. അപ്പോൾ ഈ ഇങ്ങനെ പഴയ പ്രിമിറ്റീവ് പീപ്പിൾസിന്റെ ആ വിശ്വാസം എന്നുള്ളത് അത് അവര് എമോഷണൽ സൈഡിനെ മറച്ചു വെച്ചിട്ട് അവർക്ക് പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും പ്രതിഭാസത്തിനെ കുറിച്ച് തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം പറയുക എന്നുള്ളത്, അങ്ങനെയല്ല, അത് തെറ്റായിട്ടുള്ള ഒരു വിമർശനമാണെന്നാണ് പിന്നീട് കാലം തെളിയിച്ചത്. അപ്പൊ അവരുടെ അഭിപ്രായത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ പ്രിമിറ്റീവ് എന്നുള്ള ആ പ്രിമിറ്റീവ് ലോക്സ് മൈൻഡ്ലെസ്സും ഗോഡ്ലെസ്സും ഒക്കെ ആയാനെ. പക്ഷെ അങ്ങനെയല്ല, അവർ റാഷണലാണ്. അതുപോലെ തന്നെ അവർ വളരെ ശ്രദ്ധാപൂർവമാണ് കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവരിൽ മതങ്ങൾ അവരുടെ ഇടയിലും മതങ്ങൾ രൂപാന്തരപ്പെടാൻ കാരണം. ലേറ്റർ ഇൻ ദ 20th സെഞ്ചുറി ദ intellectualists were criticized for their one-sided approach to religion. Notwithstanding this valid criticism, we can say one thing, that they were the first to establish that the primitives were mindless and godless. അപ്പൊ പ്രിമിറ്റീവ്സ് മൈൻഡ്ലെസ്സും ഗോഡ്ലെസ്സും അല്ലായിരുന്നു, അവര് മൈൻഡ് ഉള്ളവരും അതുപോലെ ദൈവത്തെ ആരാധിക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് അവര് ടോട്ടം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ അവര് ഒരു വർഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോയത്. ദ ഇന്റലക്ച്വലിസ്റ്റ് ട്രൈ ടു പ്രൂവ് ദാറ്റ് ദ പ്രിമിറ്റീവ്സ് വെർ റാഷണൽ ത്രൂ ദെയർ എഫോർട്സ് ടു എക്സ്പ്ലെയിൻ ദ നാച്ചുറൽ ഫിനോമിന വെർ സംവാട്ട് ക്രൂഡ്. അപ്പൊ നാച്ചുറൽ ഫിനോമിനേനെ അവര് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി കുറെ ബുദ്ധിമുട്ടുള്ളതായിരുന്നെങ്കിലും വാസ്തവത്തിൽ അവരും വളരെ റാഷണൽ ആയിട്ടുള്ളവരായിരുന്നു. അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളുമായിരുന്നു പ്രിമിറ്റീവ്സ് എന്ന് നമുക്ക് കരുതാം. സെക്കൻഡ്ലി, ദീസ് 19th സെഞ്ചുറി ഇന്റലക്ച്വൽസ് വെർ ദ ഫസ്റ്റ് European conceptualize the entire human society as one unit. അപ്പൊ ഈ 19th സെഞ്ചുറി ഇന്റലക്ച്വൽസ് വേർ ദ ഫസ്റ്റ് യൂറോപ്യൻ peoples who believe that the entire human society has one unity. ഈ entire human society തന്നെ ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം എന്നുള്ള ഒരു ധാരണക്കാരായിരുന്നു 19th സെഞ്ചുറി ഇന്റലക്ച്വൽസ്. This resulted in challenging the assumed high position of the so-called European scientific mind. Further, it resulted also in changing the nature and importance of classical studies and thereby in altering the view of European intellectual achievements. It is good to remember that intellectuals were an odd mixture of positivism and evolutionism. അപ്പോൾ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ഗുഡ് ടു റിമെമ്പർ ദാറ്റ് ഇന്റലക്ച്വൽസ് എന്നുള്ള ആ തിയറിസ്റ്റുകൾ അവരൊരു ഓഡ് മിക്സർ ഓഫ് പോസിറ്റിവിസം ആൻഡ് എവല്യൂഷനിസം, പോസിറ്റിവിസത്തിന്റെ എവല്യൂഷനിസത്തിന്റെയും കൂടി ഒരു ഓഡ് മിക്സറായിരുന്നു അന്നത്തെ ആളുകളെന്ന് നമുക്ക് ഈ ഇന്റലക്ച്വൽസ് നമുക്ക് പറയാൻ പറ്റും. 20th അപ്പൊ ഇന്റലക്ച്വൽസിന്റെ ഉള്ളിൽ രണ്ട് അസംഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് പോസിറ്റിവിസം, മറ്റത് എവല്യൂഷനിസം. The 20th century anthropologists and sociologists subjected them to some very harsh criticism. അപ്പൊ ഈ കാലഘട്ടത്തിൽ ആ ഇന്റലക്ച്വൽസിന് വളരെയധികം വിമർശനങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നു. ഫോർ എക്സാമ്പിൾ, F.E. Jefferson's ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് ഫേമസ് ബുക്ക് ഇൻട്രൊഡക്ഷൻ ടു ദ ഹിസ്റ്ററി ഓഫ് റിലീജിയൻ എന്നുള്ള ബുക്കിൽ കൂടി ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഇവാൻസ് ചൈൽഡ് ആസ് എ കളക്ഷൻ ഓഫ് absurd construction, unsupported
ആൻഡ് അൺഎബിൾ ഹൈപ്പോത്തിസിസ് ആൻഡ് കൺജക്റ്റേഴ്സ്. അപ്പം അന്ന് ഈ രൂപാന്തരപ്പെടുത്തിയ ഹൈപ്പോത്തിസിസും അതുപോലെ കൺസ്ട്രക്ഷനും ഒക്കെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണെന്നാണ് ഇവാൻസ് പിച്ചാർഡ് അന്ന് രേഖപ്പെടുത്തിയത്. ഹാവിംഗ് ഡിസ്കസ്ഡ് ദ ടു അസംഷൻസ് ഓൺ വിച്ച് ദ evolutionism researched, we will now discuss various evolutionary theories of religion. ഇനി നമുക്ക് പല evolutionary theories ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വി വിൽ ടേക്ക് അപ്പ് ദ ഇന്റലക്ച്വൽ തിയറീസ്. ആദ്യം നോക്കാൻ പോകുന്നത് ഇന്റലക്ച്വലിസ്റ്റ് തിയറീസ് ആണ്, ഡീലിംഗ് വിത്ത് ദ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് റിലീജിയൻ, ആൻഡ് ദെൻ വി വിൽ ഓൾസോ ലുക്ക് those evolutionary theories which trace the religion. First, intellectualist theories of religion. Ideas about the origin and development of religion were initially based on the reports of missionaries' arise and advantages about the nature of religion among the primitives. For example, the Portuguese sailors had reported that the coastal Negro tribes of West Africa worshipped inanimate things and animals. അപ്പോൾ ഈ പോർച്ചുഗീസ് സെയിൽസ് കണ്ടുപിടിച്ച അന്നുള്ള ആ നീഗ്രോ ട്രൈബ്സ് അവര് വർഷിപ്പ് ചെയ്തിരുന്നത് ആനിമേറ്റ് തിങ്സ് ആൻഡ് ആനിമൽസ് പറഞ്ഞിട്ടുണ്ട് അവരുടെ ആ യാത്രാ വിവരണങ്ങളിൽ. കോംറ്റ് ടുക്ക് അപ്പ് ദിസ് തിയറി ആൻഡ് റോട്ട് ദാറ്റ് ഇൻ ഡ്യൂ കോഴ്സ്. അപ്പൊ കോംറ്റ് ഈ തിയറിയൊക്കെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത് ഫെറ്റിസിസം വാസ് റീപ്ലേസ്ഡ് ബൈ പോളിറ്റിസിസം. അപ്പൊ ഫെറ്റിസിസം ഒരുപാട് ദൈവങ്ങളിലുള്ള വിശ്വാസം അത് മാറ്റപ്പെട്ടിട്ട് അവിടെ പോളിറ്റിസിസം വന്നെന്ന്, അതായത് ഒരു ഗോഡിലുള്ള വിശ്വാസം ആർജിച്ചെടുത്തത്. ദിസ് തിയറി വാസ് സപ്രസ്ഡ് സൂപ്പർസീഡഡ് ബൈ ദ ഗോസ്റ്റ് തിയറി ആൻഡ് ദ സോൾ തിയറി. അപ്പൊ ഈ തിയറിനെ തുടർന്ന് വന്നിട്ടുള്ള തിയറികളാണ് ഗോസ്റ്റ് തിയറി അതുപോലെ തന്നെ സോൾ തിയറി. ദീസ് ലേറ്റർ തിയറീസ് ആർ നോൺ ആസ് ഇന്റലക്ച്വലിസ്റ്റ് തിയറീസ് ഓഫ് റിലീജിയൻ ബിക്കോസ് ബോത്ത് അസ്യൂം ദാറ്റ് പ്രിമിറ്റീവ്സ് ആർ റാഷണൽ ബീയിങ്. പേര് വന്ന ആ തിയറി ഗോസ്റ്റ് തിയറിയും സോൾ തിയറിയും. അപ്പൊ ഇതിനൊക്കെ ഇന്റലക്ച്വൽ തിയറീസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ തിയറീസ് കൊണ്ട് മനസ്സിലാക്കുന്നത് പ്രിമിറ്റീവ്സ് ആർ റാഷണൽ ബീയിങ്. അപ്പൊ പുരാതന വംശജര് പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ പ്രിമിറ്റീവ്സ് ആർ റാഷണൽ ബീയിങ്സ് ആയിരുന്നു, നല്ല ബുദ്ധിയുള്ളവർ തന്നെയായിരുന്നു. ഓൾദോ ദെയർ എഫോർട്സ് ടു എക്സ്പ്ലെയിൻ നാച്ചുറൽ ഫിനോമിന ആർ സംവാട്ട് ക്രൂഡ്. അപ്പൊ നാച്ചുറൽ ഫിനോമിനേനെ അവര് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന രീതി ബുദ്ധിമുട്ടുള്ളതായിരുന്നെങ്കിലും അവര് വളരെ റാഷണൽ ആയിട്ടുള്ള ആളുകളാണ്, അതുപോലെ നല്ല ചിന്താഗതിയുള്ള മനുഷ്യരുമായിരുന്നു എന്നാണ് കോംറ്റ് അഭിപ്രായപ്പെടുന്നത്. അടുത്തത് നാച്ചുറൽ മിത്ത് സ്കൂൾ. ദ ജർമ്മൻ സ്കൂൾ ഡീലിംഗ് വിത്ത് ഇൻഡോ യൂറോപ്യൻ റിലീജിയൻസ് ഇറ്റ് എസ്റ്റാബ്ലിഷ് ദാറ്റ് ഏൻഷ്യന്റ് ഗോഡ്സ് വെർ യൂണിവേഴ്സലി personification of natural phenomena. The German school deal with Indo-European religions. അതിൽ ഡീൽ ചെയ്യണത് ഇൻഡോ യൂറോപ്യൻ മതങ്ങളെ കുറിച്ചാണ്. ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് ഏൻഷ്യന്റ് ഗോഡ്സ് വെർ യൂണിവേഴ്സലി പെർസോണിഫൈഡ് ഓഫ് നാച്ചുറൽ ഫിനോമിന. അപ്പൊ ഏൻഷ്യൻ കാലത്ത് പുരാതന കാലത്ത് ദൈവങ്ങളെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ ദൈവങ്ങളായിട്ടാണ് പരിഗണിച്ചിരുന്നത്. ഇറ്റ്സ് മെയിൻ propounders was Max Miller, who was the German linguist. He held that grand natural objects gave people a feeling of the infinite. അപ്പൊ ഗ്രാൻഡ് നാച്ചുറൽ ഒബ്ജക്ട്സ് അത് ആളുകൾക്ക് ഒരു വർണ്ണിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ്, എന്തോ ഒരു വലിയ സംഭവം ഉണ്ട്, അതിനെ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല, അതുപോലെയുള്ള ഒരു ഫീലിംഗ് അവരിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം ദീസ് ഒബ്ജക്റ്റ് ആസ് എ സിമ്പിൾസ് ഓഫ് ദ ഇൻഫിനിറ്റ്. അപ്പൊ ഈ ഒബ്ജക്റ്റിനെയൊക്കെ ഇപ്പൊ ഇടിവെട്ടല്, മഴ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ല, മൂൺ, സ്റ്റാർസ്, സെലസ്റ്റിയൽ ബോഡീസ്, അതൊക്കെ എന്തോ നമുക്ക് എത്തപ്പെടാൻ പറ്റാത്തതൊന്നും വർണ്ണിക്കാൻ പറ്റാത്തതും അവർണ്ണനീയവും അതുപോലെ തന്നെ എന്തോ അമാനുഷിക ശക്തിയുള്ളതാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. Max Muller argued that with the passage of time, the symbolic representations came to gain an independent identity of their own, become separated from that which they represented. The attributes
the symbols became personified as deities. അപ്പൊ അതിന് ഇങ്ങനെയുള്ള ഓരോ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെയൊക്കെ ഓരോ ഡെയിറ്റീസ് ആയിട്ട് അവർ കാണാൻ തുടങ്ങി. അക്കോർഡിംഗ് ടു മുള്ളർ, ഹ്യൂമൻ ബീയിങ് ആൻഡ് നേച്ചർ സ്റ്റാൻഡ് ഇൻ റിലേഷൻഷിപ്പ് ഓഫ് വണ്ടർമെന്റ്, ടെറർ, എക്സെട്ര. അപ്പൊ അക്കോർഡിംഗ് ടു മുള്ളറിന്റെ അഭിപ്രായത്തിൽ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് നേച്ചർ സ്റ്റാൻഡ് ഇൻ എ റിലേഷൻഷിപ്പ് ഓഫ് എവ്. അപ്പൊ ഹ്യൂമൻ ബീയിങ്സും പ്രകൃതിയും അവരുടെ ബന്ധം എന്ന് പറയുന്നത് വണ്ടറായിട്ടുള്ളത്, അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ, ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ, പേടിപ്പിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധം, അതുമായി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഇതൊരു വലിയ ഘടകം തന്നെയായിരുന്നു. ഏർലി ഹ്യൂമൻ ബീയിങ്സ് കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഓർ എക്സ്പ്ലെയിൻ ദ വേർഡ് ഓഫ് നേച്ചർ. പിന്നീട് ഏർലി ഹ്യൂമൻ ബീയിങ്സ്, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹ്യൂമൻ ബീയിങ്സ് കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, അവർക്ക് ഈ പ്രതിഭാസത്തിന്റെ പൊരുളുകൾ എന്താണെന്ന് കണ്ടറിയാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും വിവരിച്ചു തരാനും അവർക്ക് കഴിവില്ലായിരുന്നു. ദേ എൻഡ് അപ്പ് വർഷിപ്പിംഗ് ഇറ്റ് ഔട്ട് ഓഫ് ഫിയർ ആൻഡ് ലവ്. അപ്പൊ ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ അവര് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യപ്പെടാതെ അതിനെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. പേടിയും അതുപോലെയുള്ള ഭയങ്ങളും അതുപോലെയുള്ള ആകാംക്ഷകളൊക്കെ അവരുടെ ഉള്ളിൽ ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് അവരതിനെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. മുള്ളർ ഹെൽഡ് ദാറ്റ് വി കുഡ് സ്റ്റഡി ദ റിലീജിയൻ ഓഫ് ഏർലി മാൻ ബൈ ലുക്കിംഗ് ഇൻ ടു ലിംഗ്വിസ്റ്റിക് എറ്റിമോളജിക്കൽ മീനിങ് ഓഫ് ദ നെയിം ഓഫ് ഗോഡ്സ് ആൻഡ് ലെജൻഡ്സ് അസോസിയേറ്റഡ് വിത്ത് ദം. അപ്പൊ ഇതൊക്കെ നമുക്ക് പഴയ കാലഘട്ട ചരിത്രങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഓരോ സംഗതികൾക്കും ഓരോ പേരുകൾ, അത് ഓരോ ദേവതകളുടെ ദേവന്മാരുടെയൊക്കെ പേര് കൊടുത്തിട്ട് നെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് അതിൽ വായിക്കുമ്പോൾ മനസ്സിലാവും. സംടൈംസ് മാക്സ് മുള്ളർ ആൻഡ് ഹിസ് ഫോളോ റെഡ്യൂസ് ദെയർ തിയറീസ് ടു എ ഫെയറി. ചിലപ്പോൾ അതൊരു ഫെയറി കഥ പോലെയൊക്കെ തോന്നാറുണ്ട്. ബിക്കോസ് ഹിസ് ഇന്റർപ്രിറ്റേഷൻസ് കുഡ് നോട്ട് ബി സപ്പോർട്ടഡ് ബൈ ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. His contemporaries brought many charges against the nature myth school. Herbert Spencer, Edward Taylor and Andrew Lang were the main critics of nature myth theories. അപ്പോൾ ഏത് തിയറി ഉണ്ടായാലും അപ്പോൾ അതിന് ക്രിറ്റിക്സ് ഉണ്ടാവും. അപ്പോൾ ഈ നാച്ചുറൽ മിത്ത് തിയറിക്ക് കൂടുതൽ ക്രിറ്റിക്സ് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടവരാണ് ഹെർബർട്ട് സ്പെൻസർ, എഡ്വാർഡ് ടൈലർ ആൻഡ് ആൻഡ്രൂ ലാങ്. ഇനി അടുത്ത ഗോസ്റ്റ് തിയറിയാണ്. അൺലൈക്ക് മാക്സ് മുള്ളർ, ഹു വാസ് കൺസേൺഡ് വിത്ത് ഇൻഡോ യൂറോപ്യൻ റിലീജിയൻസ്, ബോത്ത് ഹെർബർട്ട് സ്പെൻസർ ആൻഡ് എഡ്വേർഡ് ടൈലർ ഫോക്കസ്ഡ് ഓൺ റിലീജിയസ് ബിഹേവിയർ ഓഫ് ദ പ്രിമിറ്റീവ്സ്. അപ്പൊ ഇൻഡോ യൂറോപ്യൻ റിലീജിയൻസിനെ കുറിച്ച് മാക്സ്വെല്ലർ കൺസിഡർ ചെയ്ത പോലെ തന്നെ ബോത്ത് ഹെർബർട്ട് സ്പെൻസർ ആൻഡ് എഡ്വേർഡ് ടൈലർ ഫോക്കസ്ഡ് ഓൺ റിലീജിയസ് ബിഹേവിയർ ഓഫ് ദ പ്രിമിറ്റീവ്സ്. പ്രിമിറ്റീവ്സിന്റെ റിലീജിയസ് ബിഹേവിയറിനെ കുറിച്ച് ഹെർബർട്ട് സ്പെൻസറും എഡ്വേർഡ് ടൈലറും ഒക്കെ പഠിക്കാൻ തുടങ്ങി. ദേ ബിലീവ്ഡ് ദാറ്റ് പ്രിമിറ്റീവ് സൊസൈറ്റീസ് ഓഫേർഡ് ആൻ എവിഡൻസ് ഓഫ് ദ ഏർലിയസ്റ്റ് ഫോംസ് ഓഫ് റിലീജിയൻ. അപ്പൊ അവരുടെ അഭിപ്രായത്തിൽ പ്രിമിറ്റീവ് സൊസൈറ്റീസ് ഓഫേർഡ്, പ്രിമിറ്റീവ് സൊസൈറ്റിയാണ്, പുരാതനകാല സൊസൈറ്റീസ് ആണ് റിലീജിയസിന്റെ ഏർലി ഫോമിനെ കുറിച്ച് വിവരിക്കാൻ ഏറ്റവും നല്ലതെന്ന്. ദെയർ വ്യൂ ഓൺ പ്രിമിറ്റീവ് ബിലീഫ്സ് ഇസ് ക്വൈറ്റ് സിമിലർ. അപ്പൊ അവരുടെ വിശ്വാസങ്ങളും ഏതാണ്ട് ഒരേപോലെയായിരുന്നു. സ്പെൻസർ പബ്ലിഷ്ഡ് ഹിസ് വ്യൂസ് ഇൻ 188, 11 years after Taylor published his book Primitive Culture in 1871. Spencer's views seem to have been independently worked out a long time before their publication. ഇതിൽ ഡേറ്റ്സ് ഒക്കെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റി കിടപ്പുണ്ട് കേട്ടോ. അത് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇൻ ലാർജ് പാർട്ട് ഓഫ് ഹിസ് ബുക്ക് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജി, സ്പെൻസർ ഡിസ്കസസ് പ്രിമിറ്റീവ് ബിലീവ്സ്. ഹി ഷോസ് ദ primitives to be rational through with a limited quantum of knowledge. അപ്പോൾ പ്രിമിറ്റീവ്സിന് വളരെ ലിമിറ്റഡ് ക്വാണ്ടം ഓഫ് നോളജ് ഉണ്ടായെങ്കിലും അവർ റാഷണൽ തന്നെയായിരുന്നു. ദേ മേക്ക് റീസണബിൾ തോട്ട്, കാര്യകാരണ സഹിതം അവർ ചിന്തിക്കാറുണ്ടായിരുന്നു. വീക്ക്, അവരുടെ ചിന്താഗതി വീക്കായിരുന്നെങ്കിലും ദേ മേക്ക് റീസണബിൾ ആൻഡ് ഇൻഫറൻസസ് വിത്ത് റിഗാർഡ് ടു നാച്ചുറൽ ഫിനോമിന. നാച്ചുറൽ ഫിനോമിനയായിട്ട് താരതമ്യപ്പെടുത്തി അവർ ചില
ഇൻഫറൻസസിലും എത്തിച്ചേരാറുണ്ട്. ബൈ ഒബ്സർവിങ് സൺ, മൂൺ, ക്ലൗഡ്സ് ആൻഡ് സ്റ്റാർസ് കം ആൻഡ് ഗോ. അപ്പോൾ പലപ്പോഴും സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ ക്ലൗഡ്സ്, സ്റ്റാർസ് ഒക്കെ വന്നും പോയും ഇരിക്കുന്ന കാണുമ്പോഴേക്കും പ്രിമിറ്റീവ്സ് ഗെറ്റ് ദ നോഷൻ ഓഫ് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ കണ്ടീഷൻസ്. അപ്പോൾ പ്രിമിറ്റീവ്സിന് ഇങ്ങനെ ഒരു അറിവുണ്ടായി, വിസിബിൾ ആയിട്ടുള്ളതുകൊണ്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള കണ്ടീഷൻസും അവയ്ക്കുണ്ടെന്ന് അവർ മനസ്സിലാക്കി. സിമിലർലി ദേ ഗെറ്റ് ദ ഐഡിയ ഓഫ് പേഴ്സൺസ് ഡ്യുവാലിറ്റി ഫ്രം ഡ്രീംസ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർ ഒരു ഐഡിയ വന്നു, മനുഷ്യർ അവരുടെ സ്വപ്നത്തിൽ കൂടിയും ഇതൊക്കെ കാണാറുണ്ടെന്ന്. വിച്ച് ആർ കൺസിഡേർഡ് ആസ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ബൈ ദ പ്രിമിറ്റീവ്സ്. അപ്പോൾ സ്വപ്നത്തിൽ കാണുന്നതും റിയൽ ലൈഫ് എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണെന്നും അവർ ധരിക്കാൻ തുടങ്ങി. ഫോർ ദം ദ ഡ്രീം സെൽഫ് മൂവ്സ് അബൌട്ട് അറ്റ് നൈറ്റ് വൈൽ ദ ഷാഡോസ് സെൽഫ് ആക്ട്സ് ബൈ ദ ഡേ. അപ്പോൾ ദ ഡ്രീം സെൽഫ്, ആ ഡ്രീമിൻ്റെ ഭാഗം, സ്വപ്നഭാഗം രാത്രിയിലും മറ്റു ഭാഗം അതിൻ്റെ ഷാഡോ ആയിട്ടുള്ളത് ഡേ ടൈമിലുമാണ് ചലിക്കുന്നത് എന്നുള്ള ഒരു നോഷനാണ് അവർക്കുണ്ടായിരുന്നത്. ദിസ് നോഷൻ ഓഫ് ഡ്യുവാലിറ്റി ഈസ് റീഇൻഫോഴ്സ്ഡ് ബൈ പീപ്പിൾസ് എക്സ്പീരിയൻസ് ഓഫൺ ടെമ്പററി ലോസ് ഓഫ് സെൻസിബിലിറ്റീസ്. ദ event of death is also considered by the primitives a longer period of sensibility. This idea of duality extended by the to animals, plants and material objects. Such representation as that of spirit child are quite common among the origins. അപ്പോൾ എല്ലാവരിലും ഇങ്ങനെ ഒരു സ്പിരിറ്റ് ചൈൽഡ് ഉണ്ടെന്നുള്ള ആ ഒരു ബോധം അവർക്ക് എല്ലാ മനുഷ്യരിലും അതുപോലെ ആനിമൽസിലും പ്ലാന്റ്സിലും ഒക്കെ ഇത് ഉണ്ടെന്നുള്ള നിലനിൽക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധം അവരിൽ ഉടലെടുത്ത്. അക്കോർഡിംഗ് ടു സ്പെൻസർ, ദ അപ്പിയറൻസ് ഓഫ് ഡെഡ് പേഴ്സൺസ് ഇൻ ഡ്രീംസ് ഈസ് ടേക്കൺ ബൈ ദ പ്രിമിറ്റീവ് ടു ബി ദ എവിഡൻസ് ഓഫ് ടെമ്പററി ആഫ്റ്റർ ലൈഫ്. അപ്പൊ സ്പെൻസറിന്റെ അഭിപ്രായത്തിൽ ദ അപ്പിയറൻസ് ഓഫ് ഡെഡ് പേഴ്സൺസ് ഇൻ ഡ്രീംസ്, മരിച്ച ആളുകളെ സ്വപ്നം കാണുക, അങ്ങനെ സ്വപ്നത്തിൽ അവർ വരിക എന്നുള്ളത് പ്രിമിറ്റീവ്സിന്റെ ഒരു primitives to be evidence of temporary after life. അപ്പൊ ജീവിതത്തിന് ശേഷം അവർ മരിച്ചുപോയാൽ അവർ സ്വപ്നത്തിൽ വരും എന്നുള്ള ഒരു ധാരണ ഈ പ്രിമിറ്റീവ്സിന് എപ്പോഴും ഉണ്ടായിരുന്നു. ദിസ് ലീഡ്സ് ടു ദ കൺസെപ്ഷൻ ഓഫ് എ സൂപ്പർ നാച്ചുറൽ ബീയിങ് ഇൻ ദ ഫോം ഓഫ് ഗോസ്റ്റ്. അപ്പൊ ഇങ്ങനെ ഈ മരിച്ചവര് സ്വപ്നത്തിൽ വരിക എന്നുള്ളത്, അതിൽ നിന്ന് അതൊരു ഗോസ്റ്റിന്റെ രൂപമാണ്, ഒരു ഗോസ്റ്റ് ആണെന്ന് അവര് ഒരു ഊഹത്തിലേക്ക് എത്തി. അക്കോർഡിംഗ് ടു സ്പെൻസർ, ദ ഐഡിയ ഓഫ് ഗോസ്റ്റ് ഗ്രോസ് ഇൻ ടു ദ ഐഡിയ ഓഫ് ഗോഡ്സ്. അപ്പൊ സ്പെൻസറിന്റെ അഭിപ്രായത്തിൽ ഈ ഗോസ്റ്റ് എന്നുള്ള ആശയത്തിൽ നിന്നാണ് പിന്നെ ഗോഡ് എന്നുള്ള ആശയത്തിലേക്ക് അവര് വരുന്നതെന്ന്. ആൻഡ് ദ ഗോസ്റ്റ് ഓഫ് ആൻസിസ്റ്റേഴ്സ് ബിക്കം ഡിവൈൻ ബീയിങ്. ഇപ്പൊ മരിച്ചവര് സ്വപ്നത്തിൽ പ്രേതമായിട്ട് വരിക എന്നുള്ളത്, ഗോസ്റ്റായിട്ട് വരിക എന്ന് പറഞ്ഞാൽ മരിച്ചവര് എപ്പോഴും പൂർവികരാണ്. പൂർവികരെന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രിമിറ്റീവ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ അവർ ബഹുമാനിക്കുന്ന ആളുകളും കൂടിയാണ്. അപ്പൊ അതിനവര് അങ്ങനെയുള്ള ഗോസ്റ്റുകൾ ഒരു ഡിവൈൻ ബീയിങ് ആണെന്ന്, ഒരു പരിശുദ്ധമായിട്ടുള്ള പാവനമായിട്ടുള്ള ഒരു ബീയിങ് ആണെന്ന് അവര് ധരിക്കാൻ തുടങ്ങി. സ്പെൻസേഴ്സ് കൺക്ലൂഷൻ ഈസ് ദാറ്റ് ആൻസിസ്റ്റർ വർഷിപ്പ് ഈസ് ദ റൂട്ട് ഓഫ് എവരി റിലീജിയൻ. അപ്പൊ സ്പെൻസർ ഇതിൽ നിന്ന് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്ത് ദാറ്റ് ആൻസിസ്റ്റർ വർഷിപ്പ് ഈസ് ദ റൂട്ട് ഓഫ് എവരി റിലീജിയൻ. ഏത് റിലീജിയന്റെ റൂട്ട് എന്ന് പറയുന്നത് പൂർവികരോടുള്ള ആരാധനയാണെന്ന്. The ancestor worship is the root of every religion. It is, however, quite obvious that Spencer is himself a victim of the false reasoning which he attributes to the primitives. Without ever going near the primitives, he built his ideas about their way of reasoning. അപ്പോൾ അവരുമായിട്ട് കൂടുതൽ അങ്ങോട്ട് മിങ്കിൾ ചെയ്യാണ്ട് തന്നെ ഇതുപോലെ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരുകയാണ്, അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന് അങ്ങനെ സ്പെൻസറും സ്ഥാപിച്ചു കൊടുക്കുകയാണ്. ഹി സിംപ്ലിഫൈങ് ടു തിങ്ക് on behalf of the primitives. പ്രിമിറ്റീവ്സിന്റെ ആ ലെവലിൽ നിന്ന് കൊണ്ട് തന്നെ അദ്ദേഹം ചിന്തിച്ച് ഒരു ധാരണയിൽ എത്തിച്ചേർന്നു. However, we must keep in mind that early studies in the sociology of religion were instrumental in creating interest in the area of religion and of pushing the academic study of the same further. Next തിയറി, ഗോസ്റ്റ് തിയറി കഴിഞ്ഞിട്ടുള്ള തിയറിയാണ് സോൾ തിയറി ഓർ ആനിമിസം. ദിസ് തിയറി കൺസിഡേർഡ് ബോത്ത് ദ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് റിലീജിയൻ. അപ്പൊ ഇവിടെ ഒറിജിനും ഡെവലപ്മെന്റ് ഓഫ് റിലീജിയനും ആണ് സോൾ തിയറിയിലും പറയുന്നത്. ഗോസ്റ്റ് തിയറി എക്സ്പ്ലെയിൻസ് ദ ഒറിജിൻ ഓഫ് റിലീജിയൻ ഇൻ ദ ഐഡിയ ഓഫ് ഗോസ്റ്റ്. ഗോസ്റ്റ് തിയറിയിൽ റിലീജിയന്റെ ആരംഭം എന്ന് പറയുന്നത് ഗോസ്റ്റ് തിയറിയാണെന്നുള്ള ഒരു ആശയമാണ് വെച്ചിരുന്നതെങ്കിൽ സോൾ തിയറിയിൽ
ഈ റിലീജിയന്റെ ആരംഭം എന്ന് പറയുന്നത് സോൾ ആണെന്നുള്ളത്, ആത്മാവാണെന്നുള്ള ഒരു ധാരണയാണ് സോൾ തിയറിയിൽ കൊടുത്തിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഓഫ് ഡെത്ത്, ഡിസീസ്, വിഷൻ ആൻഡ് ഡ്രീംസ് അക്കോർഡിംഗ് ടു ടൈലർ. അപ്പൊ മരണം, അതുപോലെ അസുഖങ്ങൾ, വിഷൻസ്, ഡ്രീംസ് ഒക്കെ ടൈലറിന്റെ അഭിപ്രായത്തിൽ ലീഡ് ദ പ്രിമിറ്റീവ്സ് ടു തിങ്ക് അബൌട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഇമ്മെറ്റീരിയൽ പവർ. ഇമ്മെറ്റീരിയൽ പവറിനെ കുറിച്ച് തിങ്ക് ചെയ്യാനായിട്ട് പ്രിമിറ്റീവ്സിനെ ഈ കാര്യങ്ങളെല്ലാം പ്രേരിപ്പിച്ച്. ഇമ്മെറ്റീരിയൽ പവർ എന്ന് ഉദ്ദേശിക്കുന്നത് ദ സോൾ, ആത്മാവിനെ കുറിച്ച്. ദിസ് ഐഡിയ ഓഫ് സോൾ ഈസ് ദെൻ പ്രൊജക്റ്റഡ് ഓൺ ടു ക്രിയേച്ചേഴ്സ് അതർ ദാൻ ഹ്യൂമൻ ആൻഡ് എൻവയറമെന്റ് ആനിമേറ്റ് ഒബ്ജക്ട്സ്. അപ്പൊ ഈ സോൾ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിന്റെ ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിയേച്ചേഴ്സിന്റെ ഒക്കെ ആകാം. ദ സോൾ എക്സിസ്റ്റ് ഇൻ ഡിപ്പെൻഡിങ് ഓഫ് ഇറ്റ്സ് ഫിസിക്കൽ ഹോം ദ ബോഡി. അപ്പൊ സോൾ എക്സിസ്റ്റ് ചെയ്യണത് അതിന്റെ ഫിസിക്കൽ ബോഡിയാണ്. മനുഷ്യന്റെ ആയാലും വേറെ എന്തിന്റെ ആയാലും ആത്മാവ് എന്ന് പറയുന്നത് അതിന്റെ ശരീരത്തിലാണ് വസിക്കുന്നതെന്നാണ് പറഞ്ഞത്. ദ സോൾ എക്സിസ്റ്റ് ഇൻ ഡിപ്പെൻഡ് ഓഫ് ഇറ്റ്സ് ഫിസിക്കൽ ഹോം ദ ബോഡി and therefore arises the idea of belief in spiritual beings. അതുകൊണ്ടാണ് തന്നെയാണ് സ്പിരിച്വൽ ബീയിങ്സ് എന്ന് നമ്മൾ പറയണേ സോളിനെയൊക്കെ. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് കണ്ടെയ്ൻ ഇൻ ടൈലേഴ്സ് മിനിമം ഡെഫിനിഷൻ ഓഫ് റിലീജിയൻ. അപ്പൊ ഇതിൽ നിന്ന് ടൈലറിന്റെ റിലീജിയനെ കുറിച്ചുള്ള ഒരു ഡെഫിനേഷനും ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് റിലീജിയൻ ഒറിജിനേറ്റഡ് ഫ്രം എ ബിലീഫ് ഇൻ സ്പിരിച്വൽ ബീയിങ്സ്. അപ്പൊ റിലീജിയൻ ആരംഭിക്കുന്നത് ഒറിജിനേറ്റഡ് ഫ്രം എ ബിലീഫ്, ഈ വിശ്വാസത്തിൽ നിന്നാണ്. ഏത് വിശ്വാസമാണ്? ഇൻ സ്പിരിച്വൽ ബീയിങ്സ്. സ്പിരിച്വൽ ബീയിങ്സ് എന്നുള്ള ആ വിശ്വാസത്തിൽ നിന്നാണ് മതം ആരംഭിക്കുന്നത് എന്നുള്ള ഒരു ഡെഫിനിഷൻ ഇവിടെ ടൈലർ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഏതു മതത്തിനും ഒരു ആത്മാവുണ്ട്, ആത്മാവിൽ നിന്നാണ് മതം ഉത്ഭവിക്കുന്നത് എന്നുള്ള ആ വിശ്വാസം. മനുഷ്യനായാലും മറ്റ് ജീവികളായാലും അതിനൊരു ശരീരത്തിനുള്ളിൽ ഒരു ആത്മാവുണ്ട്, ആത്മാവിൽ നിന്നാണ് മതം ഉത്ഭവിക്കുന്നത് എന്നുള്ള ആ ഒരു ഡെഫിനിഷൻ ഇവിടെ ടൈലർ കുറിക്കുകയാണ്. വി മേ point out here that the soul theory of Taylor has elements of the sacred and the supernatural. ഇവിടെ സോൾ തിയറി ടൈലറിന്റെ അതിലും എലിമെന്റ്സ് ഉണ്ട്. സാക്രഡ്, പരിശുദ്ധമായിട്ടും സൂപ്പർ നാച്ചുറൽ, അമാനുഷികമായിട്ടുള്ള എലിമെന്റ്സ് അതിനകത്തുണ്ടെന്ന് അദ്ദേഹം കരുതുന്നു. However, Taylor's definition is so general that all faiths and beliefs are likely to be labeled as a religion. അപ്പൊ ടൈലറുടെ ഈ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ഡെഫിനേഷൻ ആയിപ്പോയി. അപ്പൊ അതനുസരിച്ച് ദാറ്റ് ഓൾ ഫെയ്ത്സ്, എല്ലാ വിശ്വാസങ്ങളും, ബിലീവ്സ് ആർ ലൈക്ക് ടു ബി ലേബിൾഡ് ആസ് എ റിലീജിയൻ. എന്ത് തരം വിശ്വാസമായാലും അതെല്ലാം ഒരു റിലീജിയൻ, അത് മതത്തിന്റെ ഒരു ഭാഗമാണെന്ന്, അതുപോലെയുള്ള ഏത് വിശ്വാസം ഉണ്ടായാലും ആ വിശ്വാസം എല്ലാം മതത്തിന്റെ ഭാഗമാണെന്നുള്ള ഒരു പൊതു തത്വമാണ് അദ്ദേഹം ഇതിനകത്തുകൂടി കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ ഡെഫിനിഷൻ കൂടുതൽ ജനറൽ ആയിപ്പോയി. Taylor says that these spiritual beings later developed into gods. Taylor പറയുന്ന ഈ സ്പിരിച്വൽ ബീയിങ്സ് ആണ് പിന്നീട് ഗോഡ്സ് ആയിട്ട് മാറിയത്. They possess superior power and control destiny of human beings. അപ്പൊ ഈ സോൾസിനാണെങ്കിൽ, സോൾസ് ഗോഡ്സ് ആകുമ്പോഴേക്കും അവയ്ക്ക് സുപ്പീരിയർ പവർ ഉണ്ട്, അതുപോലെ വിധിയെ നിയന്ത്രിക്കാനും ഹ്യൂമൻ ബീയിങ്സിനെ നിയന്ത്രിക്കാനും ഒക്കെയുള്ള ശക്തി ഉണ്ടെന്ന്. അപ്പൊ സോണ്ടൻ ക്രിട്ടിസൈസ്ഡ് ടൈലർ. അപ്പൊ സോണ്ടൻ എന്നുള്ള വ്യക്തി ടൈലറിനെ ക്രിട്ടിസൈസ് ചെയ്തു ഫോർ അഡ്വാൻസിങ് അൺപ്രൂവബിൾ കോസൽ തിയറീസ്. ഇതുപോലെ തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഓരോ തിയറീസ് പടച്ചു വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ടൈലറിനെ ക്രിട്ടിസൈസ് ചെയ്ത്. ടൈലർ asserts that experience of death, disease and dreams make primitives believes in the existence of an immaterial entity. Secondly, one does not understand the logical process by which the idea of soul leads primitive to the idea of spirits. പിന്നെ പല കാര്യങ്ങളും വ്യക്തമാവണില്ല ഇവിടെ ടൈലർ പറയുന്നതെന്ന്. അപ്പൊ രണ്ടാമതൊരു കാര്യം പറയണത് the logical process by which the idea of soul leads to primitive to the idea of spirit. ഈ സോൾ എന്നുള്ള ആ ഐഡിയ പിന്നീട് അത് സ്പിരിറ്റ് ആയിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് പ്രിമിറ്റീവ്സിന്റെ ഇടയിൽ. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, ദ കൺസെപ്റ്റ് ഓഫ് സോൾ ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് സ്പിരിറ്റ് ആർ ക്വൈറ്റ് ഡിഫറെന്റ്. അപ്പൊ സ്പിരിറ്റും അതുപോലെ സോളും എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് കാര്യങ്ങളാണ്, ഒപ്പോസ് ടു ഈച്ച് അതർ. ആൻഡ് ടൈലർ വാസ് നോട്ട് able to see the difference between the two concepts. ഈ രണ്ട് കൺസെപ്റ്റ്സിനെ ഒന്നായിട്ട് അങ്ങ് തട്ടിവിട്ടുകൊണ്ട് അതിലുള്ള വ്യത്യാസം എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കണില്ല. അങ്ങനെ ഓരോരുത്തരും പലവരും ഇതുപോലെ ടൈലറിന്റെ ആ തിയറീനെ
വിമർശിക്കേണ്ടത്. ഇനി ഒറിജിൻ ഓഫ് റിലീജിയൻ ഇൻ സൈക്കോബയോളജിക്കൽ പ്രോസസ്സസ്. സൈക്കോബയോളജിക്കൽ പ്രോസസ്സിലും റിലീജിയൻ്റെ ഒറിജിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവാൻ സ്പിച്ചുവേർഡ് പ്രൊവൈഡ് demonstrate able to discuss of two streams of thoughts. ഇവാൻ പിച്ചുവേർഡ് രണ്ട് സ്ട്രീംസ് ഓഫ് തോട്ട്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പ്രൊഡക്റ്റ് ഓഫ് ഫിയർ. അപ്പൊ ഈ റിലീജിയൻ എന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് പ്രൊഡക്റ്റ് ഓഫ് ഫിയർ. ഫിയറിൽ നിന്നാണ്. ടൈലർ ഹെൽഡ് ദാറ്റ് ഐഡിയ ഓഫ് സ്പിരിറ്റ് ഗ്രൂ ഔട്ട് ഓഫ് ദ ഐഡിയ ഓഫ് സോൾ ആൻഡ് ദ ഐഡിയ ഓഫ് സ്പിരിറ്റ് ലേറ്റർ ബിക്കം ദ കൺസെപ്ഷൻ ഓഫ് ഗോഡ്. മോസ്റ്റ് ഓഫ് ടൈലേഴ്സ് കണ്ടംപററീസ് ആക്സെപ്റ്റഡ് ദിസ് വ്യൂ. അപ്പോൾ ടൈലർ ആദ്യം പറഞ്ഞത് സ്പിരിറ്റ്, പിന്നീട് സോളായി, അങ്ങനെ പിന്നീട് അത് ബിക്കം ഗോഡായിട്ട് മാറിയാണെന്ന്. കുറെ പേര് ആ കാലഘട്ടത്തിലുള്ള സ്കോളേഴ്സ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ കുറെ പേര് അദ്ദേഹത്തിനെ വിമർശിക്കുകയുണ്ടായിരുന്നു. എ.ഇ. ക്രൗലി, വേറൊരു സ്കോളർ, ക്വസ്റ്റ്യൻ ദ ലോജിക് ഓഫ് ടൈലേഴ്സ് വ്യൂ. ടൈലേഴ്സിന്റെ ഈ ലോജിക്കിനെ ക്വസ്റ്റ്യൻ ചെയ്ത് അബൌട്ട് ദ സോഴ്സ് ഓഫ് ദ ഐഡിയ ഓഫ് സോൾ എന്നുള്ള ആ ഐഡിയയുടെ സോഴ്സിനെ കുറിച്ച് അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊക്കെ വ്യക്തത കുറവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി സെറ്റ് ദാറ്റ് ദ വേർഡ് ഓഫ് സ്പിരിറ്റ് ഈസ് ദ മെന്റൽ വേൾഡ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വേർഡ് ഓഫ് സ്പിരിറ്റ് എന്ന് പറയുന്നത് അതൊരു മെന്റൽ വേൾഡ് ആണെന്ന്. അതുപോലെ വേറൊരു വ്യക്തി അദ്ദേഹത്തിനെ ടൈലറിന്റെ തിയറീനെ വിമർശിച്ചത് വോണ്ടറ്റ്. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ് ആണ് റിലീജിയസ് ഫീലിംഗ് ആൻഡ് ത്രിൽ. റിലീജിയസ് ഫീലിങ്സ് അതുപോലെ അതൊരു ത്രില്ലും കൂടിയാണ്. ആ ഫീലിങ്സ്, മതം എന്നുള്ള ആ തോന്നലും മതത്തിൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങൾ അതെപ്പോഴും മനുഷ്യനൊരു ത്രില്ല് കൊടുക്കുന്ന കാര്യങ്ങളാണ്. ആർച്ച് ലൂയി ബേസ്ഡ് ഹിസ് തിങ്കിങ് ഓൺ ഹിസ് സ്റ്റഡി ഓഫ് ദ ക്രോ ഇന്ത്യൻസ് കൺസിഡേഴ്സ് ദാറ്റ് ഫോർ ദ പ്രിമിറ്റീവ്സ് റിലീജിയൻ ഇസ് എ മാറ്റർ ഓഫ് ഫീലിംഗ്. അപ്പം അന്നത്തെ പ്രിമിറ്റീവ്സിന്റെ ഇടയിൽ അദ്ദേഹം നടത്തിയ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാക്കിയത് ആ പ്രിമിറ്റീവ്സിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു വിശ്വാസമായിരുന്നു, റിലീജിയൻ ഈസ് എ മാറ്റർ ഓഫ് ഫീലിംഗ്. ഫീലിംഗിന്റെ ഒരു മാറ്ററാണ് റിലീജിയൻ. ഇറ്റ് ഈസ് മാർക്ഡ് ബൈ എ സെൻസ് ഓഫ് ദ എക്സ്ട്രാ ഓർഡിനറി. എക്സ്ട്രാ ഓർഡിനറിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം, അതാണ് റിലീജിയനിൽ വരുന്നത്. മിസ്റ്റീരിയസ് ഓർ സൂപ്പർ നാച്ചുറൽ. ഈ എക്സ്ട്രാ ഓർഡിനറിനെ മിസ്റ്റീരിയസ് ആണെന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ട് ആണെന്ന് പറയാം. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ഫീലിങ്സ്, അതാണ് ദൈവം എന്ന് ആർ.എച്ച്. ലൂയി അഭിപ്രായപ്പെടുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് റിലീജിയസ് ബിഹേവിയർ ഹി റൈറ്റ്സ് അബൌട്ട് എമോഷണൽ റെസ്പോൺസ് ഓഫ് അമ്യൂസ്മെന്റ് അപ്പൊ അതോടെ റിലീജിയൻ മതത്തിന്റെ പെരുമാറ്റമൊന്നല്ല, അതിന് പകരം അദ്ദേഹം എഴുതിയത് അബൌട്ട് എമോഷണൽ റെസ്പോൺസസ്, വികാരത്തിന്റെ ഒരു റെസ്പോൺസസ് ആണ്. ഓഫ് അമ്യൂസ്മെന്റ് ആൻഡ് ഭയവും അതിശയവും അതിനെയൊക്കെ കാണിക്കുന്ന ഒരു എമോഷണൽ റെസ്പോൺസസ് എന്നേ പറയാൻ പറ്റുള്ളൂ ഈ ബിഹേവിയറിന്. എനിത്തിങ് ദാറ്റ് ഗീവ് റൈസ് ടു ദോസ് ഫീലിങ്സ് ഇസ് ക്യാരക്ടറിസ്റ്റിക് ഇൻ റിലീജിയൻ. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ ഇതുപോലെയുള്ള ഫീലിങ്സ് ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ മതത്തിന്റെ ഒരു സ്വഭാവമാണ്. ദസ് ഫോർ ലൂയി, ഇഫ് മാജിക് ഈസ് അസോസിയേറ്റ് വിത്ത് എമോഷൻ, ഇപ്പൊ മാജിക് വികാരമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ്, ഇറ്റ് ഈസ് ടു ബി കോൾഡ് എ റിലീജിയൻ. അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു റിലീജിയൻ എന്ന് വിളിക്കാം. വിത്തൗട്ട് എമോഷണൽ കണ്ടന്റ് മാജിക് ഫോർ ലൂയിസ് എക്കിൻ ടു സയൻസ്. ഇനി എമോഷണൽ കണ്ടന്റ് ഇല്ലാത്ത മാജിക് ആണെങ്കിൽ അത് സയൻസിന്റെ ഭാഗമായിട്ട് മാറുന്നു. ഇനി അടുത്തത് എമോഷണൽ സ്ട്രെസ് ആണ്. മാലിനോസ്കി held that both religion and magic originate and function under conditions of emotional stress. മാലിനോസ്കി യുടെ അഭിപ്രായത്തിൽ ബോത്ത് റിലീജിയൻ ആൻഡ് മാജിക്കും, റിലീജിയൻ ആണെങ്കിലും മാജിക് ആണെങ്കിലും ഒറിജിനേറ്റ് ആൻഡ് ഫങ്ഷൻ, അത് ആരംഭിച്ചതും ഫങ്ഷൻ ചെയ്യുന്നതും അണ്ടർ കണ്ടീഷൻസ് ഓഫ് എമോഷണൽ സ്ട്രെസ്, വികാരപരമായിട്ടുള്ള സ്ട്രെസ്സിൽ നിന്നാണ് ഇതിന്റെയൊക്കെ ഉൽപ്പത്തി എന്നാണ് മാലിനോസ്കി പറയുന്നത്. മാജിക് ഈസ് യൂസ്ഡ് ബൈ ദ പ്രിമിറ്റീവ്സ് ആസ് വി യൂസ് സയന്റിഫിക് നോളജ് ടുഡേ ഫോർ ഓവർകമ്മിങ് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഇൻ ദെയർ ഡേ ടു ഡേ ലൈഫ്. മനുഷ്യന്റെ നിത്യേനയുള്ള ജീവിതത്തിൽ വരുന്ന പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് മാറ്റാനായിട്ട് സയൻസ് എങ്ങനെ ഹെൽപ്പ് ചെയ്തിരുന്നു, അതുപോലെ തന്നെയാണ് പ്രിമിറ്റീവ്സിന് അവരുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റാനായിട്ട് മാജിക് സഹായകരമായിരുന്നെന്നാണ് മാലിനോസ്കി കണ്ടുപിടിച്ചിരിക്കുന്നത്. ദിസ് റിലീവ്സ് the tension which is built up because of a sense of weakness or inability of a human being to achieve success in their pursuits. In magic,
The desired goals are acted out and the magical rites around and the practitioner of magic get a feeling of confidence. അപ്പോൾ ഈ മാജിക്കിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. മാജിക്കിൻ്റെ ആ മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ച് കഴിയുമ്പോഴേക്കും ആ മജിഷ്യന് ഒരു പ്രത്യേക കോൺഫിഡൻസ് കിട്ടുകയും അയാൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ദേ ക്യാൻ ദെൻ കണ്ടിന്യൂ ടു പെർസ്യൂ ദെയർ നോർമൽ ആക്ടിവിറ്റീസ്. അപ്പം അങ്ങനെ അവരുടെ ആ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള ശക്തി അവർക്ക് ആ മന്ത്രോച്ചാരണത്തിൽ നിന്ന് മജീഷ്യന് ലഭിക്കാറുണ്ട്. അപ്പം അതുപോലെ തന്നെ emotional stress in contemporary times is closely linked to the stress factor in modern life. എമോഷണൽ സ്ട്രെസ്, വികാരപരമായിട്ടുള്ള സ്ട്രെസ്, ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടംപററി ടൈംസ് ഈ ആനുകാലിക സൊസൈറ്റിയിൽ മനുഷ്യനുണ്ടാകുന്നുണ്ടെങ്കിൽ ഈസ് ക്ലോസ്ലി ലിങ്ക് ടു ദ സ്ട്രെസ് ഫാക്ടർ ഇൻ മോഡേൺ ലൈഫ്. അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർക്ക്, പഴയ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു വഴിയായിരുന്നു ഈ മാജിക് എങ്കിൽ ഈ മോഡേൺ കാലഘട്ടത്തിലും ഈ ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ വിഷമങ്ങളെ തരണം ചെയ്യാനായിട്ട് മതം വളരെ ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. Thus it would be a mistake to imagine that in modern life that there is little emotional stress. മോഡേൺ ടൈമിൽ എമോഷണൽ സ്ട്രെസ് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇപ്പോഴും ആ എമോഷണൽ സ്ട്രെസ് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. മെൻ്റൽ ടെൻഷൻ ഓൾസോ സംടൈംസ് മേക്ക് ദ എമോഷണൽ സ്ട്രെസ് വെരി ഇൻറ്റൻസ്. മെൻ്റൽ ടെൻഷൻ also sometimes makes the emotional stress in very intense stage. So different from each other, religion and magic for Malinowski are also similar. അപ്പോൾ പല സെറ്റപ്പിലെ കൂടിയാണെങ്കിലും റിലീജിയനും മാജിക്കും ഒക്കെ മാലിനോസ്കിക്ക് അതിന് രണ്ടിനും ചില സിമിലാരിറ്റികൾ ഉള്ളതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ബിക്കോസ് ദ ഫങ്ഷൻ ഓഫ് ബോത്ത് ഇസ് പ്യൂരിഫിക്കേഷൻ ദാറ്റ് ബ്രിങ്സ് അബൌട്ട് റിലീസ് ഫ്രം ടെൻഷൻ. അപ്പോൾ ടെൻഷനിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുക എന്നുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് അവനെ പ്യൂരിഫൈ ചെയ്യുക എന്ന ഫങ്ഷനാണ് ഇവിടെ മാജിക് ആയാലും മതമായാലും ചെയ്യുന്നത്. When the people face crisis of life, the fear and anxiety cause tension. The performance of religious and magical rites help them to dispel their fears and എമോഷണൽ സ്ട്രെസ്. അപ്പോൾ പെർഫോമൻസ് ഓഫ് റിലീജിയസ് ആൻഡ് മാജിക്കൽ റൈറ്റ്സ്, പലപ്പോഴും മാജിക്കൽ റൈറ്റ്സ് അല്ലെങ്കിൽ റിലീജിയസ് റൈറ്റ്സ്, സ്തോത്രങ്ങൾ, സ്തുതികൾ, അത് മാജിക്കിൻ്റെ ആയാലും മതത്തിൻ്റെ ആയാലും അതൊക്കെ കൂടുതൽ പറഞ്ഞു കഴിയുമ്പോൾ, പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, ജപിച്ച് കഴിയുമ്പോഴേക്കും ആ മെൻ്റൽ സ്ട്രെസ് കുറഞ്ഞു കിട്ടുക എന്നുള്ളതൊരു വാസ്തവമാണെന്നാണ് മാലിനോസ്കി പറയുന്നത്. മാലിനോസ്കിസ് എക്സ്പ്ലനേഷൻ ഓഫ് റിലീജിയൻ ആൻഡ് മാജിക് ഇൻ പ്രിമിറ്റീവ് സൊസൈറ്റി ഹാസ് ബീൻ ഫോളോഡ് ഓൾമോസ്റ്റ് ബ്ലൈൻഡ്ലി ബൈ ഹിസ് അഡ്മിയേഴ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സ്, മാലിനോസ്കിനെ വിശ്വസിക്കുന്ന ആളുകൾ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഇൻ്റലക്ച്വൽസ് അദ്ദേഹത്തിൻ്റെ ഈ പ്രിമിറ്റീവ് സൊസൈറ്റിയുടെ ഈ പ്രവർത്തികളെ മാലിനോസ്കി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. പ്രൊമിനൻ്റ് എമംഗ് ദം ആർ ഡ്രിക്ബർഗ്, അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഡ്രിക്ബർഗ്, അതുപോലെ ഫിർത്ത് എന്ന് പറയുന്നയാളും. ഇൻ ദ ഏർലി പാർട്ട് ഓഫ് 20th century it was common find scholars following this stream of thought about religion and magic. അപ്പോൾ പിന്നീട് 20th centuryയിലും ഈ അഭിപ്രായത്തിനെ സപ്പോർട്ട് ചെയ്യണ കുറേ പേര് ഉണ്ടായിരുന്നു. ഇവാൻ പിച്വേർഡ് കോൾഡ് ഇറ്റ്സ് എ ടൈലർ ഫ്രസർ ഫോർമുല. അപ്പം ഈ ഫോർമുലേനെ ഇവാൻ പിച്വേർഡ് കൊടുത്ത പേരാണ് ടൈലർ ഫ്രസർ ഫോർമുല എന്നുള്ളത്. ഇനി അടുത്തത് ഫീലിംഗ് ഓഫ് ഗിൽട്ട്. Writing about the thinking process among the primitive people, Vanderloo points out that they have strong emotional needs which stand in the way of knowing the truth. They are not able to see any contradictions in their thinking. They then see just what they want to see. Vanderloo cites the case of magic, a person faced with a withdrawn and turn inwards. Turning inwards takes a person to the world of fantasy where the difficulties can be overcome by working on magic spells. This psychological mechanism helps people to deal with all sorts of difficulties in life. A feeling of guilt. അപ്പോൾ എന്തെങ്കിലും വിഷമം തോന്നുമ്പോൾ തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞിട്ട് പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള മാജിക് സ്പെൽസിലൊക്കെ, മന്ത്രോച്ചാരണത്തിലൊക്കെ ഏർപ്പെട്ട് കഴിയുമ്പോൾ അവിടെ ഒരു സൈക്കോളജിക്കൽ മെക്കാനിസം നടക്കുമെന്നും അങ്ങനെ ആളുകൾക്ക് അവരുടെ ആ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒരു മുക്തി, ഒരു ആശ്വാസം മനസ്സിന് ലഭിക്കുമെന്നാണ് പറയുന്നത്.
Freud also found that these neurotic patients deal with harsh realities of life with the help of compulsivicate and protective wall of mere thought. Freud gives 3 phases of thought. അപ്പോൾ ഫ്രോയിഡ് ഇതിന് 3 phases of thoughts ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. The first one is the phase of narcissism. ഫസ്റ്റ് ഫേസിന്റെ പറയുന്നത് നാർസിസിസം എന്ന്, ദാറ്റ് ഈസ് ലവ് ഫോർ വൺസ് ഓൺ ബോഡി. ഓരോരുത്തർക്ക് അവരവരുടെ ബോഡിയോട് തന്നെയുള്ള ആ പ്രേമം. സെക്കൻഡ് ഫേസസ് ദാറ്റ് ഒബ്ജക്ട് ഫൈൻഡിങ് വെൻ വൺ ഈസ് ഡിപ്പെൻഡ് ഓൺ വൺസ് പാരൻസ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ആദ്യം കുട്ടിയായിരുന്ന കാലത്ത് കുട്ടിക്ക് വേറെ ഒരു കാര്യങ്ങളെ കുറിച്ചും ചിന്തയില്ല. അപ്പൊ അവനോടുള്ള ശരീരത്തിനോട് തന്നെയാണ് ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ ഒരു സ്നേഹം തോന്നുക. അതുപോലെ തന്നെ പിന്നീട് അവൻ വളർന്ന് കുറേ കൂടി ആയപ്പോഴേക്കും പാരൻസിന്റെ ഒപ്പീനിയനോട് അവനെ സ്വീകരിച്ചു തുടങ്ങി. തേർഡ് വൺ ഈസ് ദ ഫേസ് ഓഫ് മെച്യൂരിറ്റി. ലാസ്റ്റ് തേർഡ് ഫേസ് എന്ന് പറയുന്നത് മെച്യൂരിറ്റി ആയിട്ടുള്ളത്. ഇൻ ദി സ്റ്റേറ്റ് ദാറ്റ് പേഴ്സൺ അലോൺ വിത്ത് ദ റിയാലിറ്റി ആൻഡ് അഡാപ്റ്റ് ടു ഇറ്റ് വിത്തൗട്ട് പ്രോബ്ലംസ്. അപ്പം ആ സമയത്ത് മെച്യൂരിറ്റി ആയി കഴിയുമ്പോൾ ഒരാൾ അയാളുടെ കാര്യങ്ങൾ സ്വന്തം അവൻ്റെ ചിന്താഗതിയിൽ നിന്ന് തന്നെ ചെയ്യാൻ പ്രാപ്തനായിട്ട് മാറും. In this state, the person is alone with the reality and adapts to it without problems. Corresponding to these phases, Freud gives 3 states of intellectual development. അപ്പോൾ ഈ 3 സ്റ്റേജിലും 3 intellectual development ആയിട്ടാണ് ഫ്രോയിഡ് ഇതിനെ കാണുന്നത്. These are animistic. ഫസ്റ്റ് സ്റ്റേജ് ആണ് animistic, the religious, and the last one the scientific. അത് മനസ്സിലാക്കാനായിട്ട് ആ ഒരു കഥയും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ വായിച്ച് മനസ്സിലാക്കുക, അത് എളുപ്പമായിട്ടുള്ളതാണ്. ഇനി ഫങ്ഷണലിസ്റ്റ് തിയറീസ് ആണ് അടുത്തത്. ഇൻ ദിയർ സെർച്ച് ഫോർ ജനറൽ ലോസ് ഗവേണിംഗ് സൊസൈറ്റി, ഏർലിയർ സ്കോളേഴ്സ് were trying to construct conjecturally the historical development of human society. Functionalist, one on the other hand, try to understand the functioning of contemporary societies. ഫങ്ഷണലിസ്റ്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫങ്ഷൻ ഓഫ് കണ്ടംപററി സൊസൈറ്റി, അത് മനസ്സിലാക്കാനാണ് അവർ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൗ ഡസ് എ സൊസൈറ്റി എക്സിസ്റ്റ് ഇൻ ആൻ ഓർഡർലി മാനർ വാസ് ദ മോസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദെയർ മൈൻഡ്സ്. അപ്പൊ ഈ ഫങ്ഷണലിസ്റ്റിന്റെ അകത്തുള്ള ചിന്താഗതി എന്ന് പറയുന്നത് സൊസൈറ്റി എങ്ങനെ ഒരു ഓർഡർലി മാനറിൽ ശരിക്കും ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കാം, അതിന് എന്ത് വേണം എന്നുള്ള കാര്യമാണ് എപ്പോഴും ഫങ്ഷണലിസ്റ്റുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. For a functionalist, society is a system with interconnected parts. ഒരു ഫങ്ഷണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ അഭിപ്രായത്തിൽ സൊസൈറ്റി എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ഇന്റർകണക്റ്റഡ് പാർട്സ് ഉള്ള ഒരു സിസ്റ്റമാണ്, ഒരു വലിയ സിസ്റ്റം. അത് പല പാർട്സുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ആ പാർട്സുകളെല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. വിത്തിൻ ദിസ് സിസ്റ്റം പാർട്ട് പെർഫോം സർട്ടൺ ഫങ്ഷൻസ്. അപ്പൊ ഇതിൽ ഓരോ പാർട്ടിനും ഒരു പ്രത്യേക ഫങ്ഷൻസ് ഉണ്ട്. സോ ദാറ്റ് ദ സിസ്റ്റമാറ്റിക് ഹോൾ ക്യാൻ ബി മെയിൻറ്റൈൻഡ് ഓർ റൺ. എന്നാൽ മാത്രം ഫുൾ സിസ്റ്റം ശരിയായിട്ടും നന്നായിട്ടും മുന്നോട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ മുഴുവൻ ഹോളിനെ സെറ്റപ്പ് ചെയ്യുന്നത് ഈ പാർട്സ് ആണ്. പാർട്സിന് ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് ശരിക്ക് നിർവഹിച്ചാൽ മാത്രമേ സൊസൈറ്റി എന്നുള്ള ആ ഹോൾ എപ്പോഴും നന്നായിട്ട് മുന്നോട്ട് പോകുള്ളൂ. നൗ ദ അബവ് വേർഡ് ഈസ് വെരി സിംപ്ലിഫിക് notion of functionalism. It has been simplified so that you will understand it easily. However, there are many different variations within the functionalist thinking itself. In sociology, functionalism is developed by scholars like Malinowski, Radcliffe-Rowan, Talcott-Persson, and Merton. When scholars were അതുപോലെ ഡർക്കിം വാണ്ടഡ് ടു ഡെമോൺസ്ട്രേറ്റ് സോഷ്യൽ ഫങ്ഷൻ ഓഫ് റിലീജിയൻ ബൈ ടേക്കിംഗ് ടോട്ടമിസം. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് നേരത്തെ. ടോട്ടമിസം എങ്ങനെയാണ് ഡർക്കിം വിവരിച്ചതെന്ന്, ഒരു പ്രിമിറ്റീവ്സിന്റെ ഇടയിൽ ആരാധന എങ്ങനെയാണ് ടോട്ടത്തിനെ ആരാധിക്കുന്നത്, അതോടുകൂടി അവർ ഒത്തുചേരുന്നത്, അവരുടെ ഇടയിൽ ഐക്യത ഉണ്ടാകുന്നത് എല്ലാം അദ്ദേഹം നമ്മൾ ഡർക്കിമിനെ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇവിടെ വീണ്ടും ഒന്നും കൂടി വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ആളുകൾ ഒത്തുചേരുമ്പോൾ ചിലപ്പോൾ ഈ ടോട്ടം എന്ന് പറയുന്നത് അതൊരു മരമാകാം, ഒരു മത്സ്യമാകാം, വേറെ എന്തെങ്കിലും ഒരു ജീവിയാകാം. പക്ഷെ അത് തൻ്റെ പൂർവികരുടെ ക്ലാനിന്റെ ഒരു പൂർവികനാണെന്നുള്ള സങ്കല്പത്തിൽ അതിനെ അവിടെയുള്ള ആളുകൾ ആരാധിക്കും. അങ്ങനെ ആ ആരാധനയിൽ കൂടി ശരിക്കും പറയുന്ന ഡർക്കിമിന്റെ അഭിപ്രായത്തിൽ അവരുടെ ഒരു മതവിശ്വാസമാണത്. അപ്പൊ അങ്ങനെ അവർ അതിനെ ആരാധിക്കുന്നതോടൊപ്പം അവർ ഭൂമിയെ തന്നെയാണ് ആരാധിക്കുന്നത് എന്നുള്ള അഭിപ്രായമാണ് ഡർക്കിമിന്റെ
അഭിപ്രായം. മാലിനോവ്സ്കി പ്രസന്റഡ് എ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആർഗ്യുമെന്റ് ഫ്രം ഡർക്കിം. ഇതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് മാലിനോവ്സ്കി പ്രസന്റ് ചെയ്തത്. അഗൈൻ യു ഫൈൻഡ് ദാറ്റ് മാലിനോവ്സ്കി ലൈക്ക് ഡർക്കിം വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് റിലീജിയൻ. അദ്ദേഹവും മാലിനോവ്സ്കിയും ഡർക്കിമിനെ പോലെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഒറിജിനും ഡെവലപ്മെന്റ് ഓഫ് റിലീജിയനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ. സോ ഫാർ ആസ് ഹി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ അബൌട്ട് റിലീജിയൻസ് ജെനിസിസ്, ഹി ടു വാസ് ആൻ എവല്യൂഷനിസ്റ്റ്. അപ്പൊ അദ്ദേഹം ഒരു എവല്യൂഷനിസ്റ്റിനെ പോലെ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഹി ബിക്കേം എ ഫങ്ഷണലിസ്റ്റ് വെൻ ഹി ബിഗാൻ ടു ഒബ്സർവ് ആൻഡ് റെക്കോർഡ് വാട്ട് റോൾ റിലീജിയൻ പ്ലേഡ്. അപ്പൊ മാലിനോവ്സ്കി ഒരു ഫങ്ഷണലിസ്റ്റ് ആയെന്ന് പറയുന്നത് എപ്പോഴാണ്? വെൻ ഹി ബിഗാൻ ടു ഒബ്സർവ് ആൻഡ് റെക്കോർഡ് വാട്ട് റോൾ റിലീജിയൻ പ്ലേഡ്. അപ്പൊ റിലീജിയൻ സൊസൈറ്റിയിൽ എന്ത് റോളാണ് പ്ലേ ചെയ്യണമെന്ന് നോക്കിയിട്ടാണ് അദ്ദേഹം ഒരു ഫങ്ഷണലിസ്റ്റ് ആയിട്ട് മാറിയത്. Malinowski had studied the Torvarian Islands in Western Pacific. The people here were mostly from fishing communities. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഫിഷിംഗ് കമ്മ്യൂണിറ്റീസിൽ പെട്ട ആളുകളാണ്. അപ്പോൾ അവരെ ഒബ്സർവ് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. അവർ വലിയ കടലിലേക്കൊക്കെ മത്സ്യബന്ധനത്തിന് പോണ ആളുകളാണ്. അടുത്ത സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവർ അത്ര ശ്രദ്ധ ചെയ്യാറില്ല. പക്ഷെ കടലിലേക്ക്, അതിൻ്റെ നടുക്കടലിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ എന്ത് അപകടവും വരാം. അപ്പോൾ ആ അപകടത്തെ ചിലപ്പോൾ തരണം ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ പോകുന്നതിന് മുമ്പ് വലിയ പൂജകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം അന്ന് അവരുടെ ഇടയിൽ ഒരു മതം ഉണ്ടായിരുന്നെന്നും വിശ്വാസം ഉണ്ടായിരുന്നെന്നും എല്ലാം മനസ്സിലാക്കാൻ പറ്റും. Rituals and magic have a very great influence on the activities of the society as a whole. The rituals flourish greatly in times of acute stress and especially in all events that men are hard put to explain. ഇവാൻ പിച്വേർഡ് ക്രിറ്റിസൈസ് റാഡ്ക്ലിഫ് ബ്രൗൺസ് ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച്. റാഡ്ക്ലിഫ് ബ്രൗണും ഒരു ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച് അദ്ദേഹം പ്രസിദ്ധീകരിക്കേണ്ടായിരുന്നു. അപ്പം അതിനെ ഇവാൻ പിച്വേർഡ് രണ്ട് കാര്യത്തിലാണ് അതിനെ എതിർക്കുന്നത്, അതിൻ്റെ കുറവുകൾ കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ഫിയർഡ് ബൈ റാഡ്ക്ലിഫ് ബ്രൗൺ ഡിഡ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് എനി നെഗറ്റീവ് എവിഡൻസ്. റാഡ്ക്ലിഫ് ബ്രൗണിൻ്റെ ആ എക്സ്പ്ലനേഷനിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയണുള്ളൂ. നെഗറ്റീവ് എവിഡൻസ് ഉണ്ടായാൽ അതിനെ എങ്ങനെ തരണം ചെയ്യുക എന്നുള്ളത് ആ തിയറിയിൽ പറയണില്ലെന്നാണ് ഒരു ന്യൂനത പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, റാഡ്ക്ലിഫ് ബ്രൗൺസ് ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് ആർ ക്വൈറ്റ് വാഗ് ഇൻ നേച്ചർ. അദ്ദേഹത്തിന്റെ ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റ്സ് അത് അവ്യക്തമായിട്ടുള്ള ഒന്നാണെന്നാണ് ഇവിടെ ഇവാൻസ് പിച്വേർഡിന്റെ രണ്ടാമത്തെ വിമർശനം. ദേ ഹാവ് വെരി ലിറ്റിൽ സയന്റിഫിക് വാല്യൂ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഐദർ പ്രൂവ് ഓർ ഡിസ്പ്രൂവ് ദം. തെളിയിക്കപ്പെടാതെ ഇരിക്കാനായിട്ടുള്ള ഒരു പ്രൂഫും ഇല്ലാത്ത, ഒരു സയന്റിഫിക് വാല്യൂ ഇല്ലാത്ത ഒരു തിയറിയാണെന്നാണ് ഇവാൻസ് പിച്വേർഡ് റാഡ്ക്ലിഫ് ബ്രൗണിന്റെ ഫങ്ഷണലിസ്റ്റ് അപ്രോച്ചിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇനി അടുത്തത് യൂണിറ്റ് 4 വരുമ്പോൾ അവിടെ റിലീജിയൻ ആൻഡ് റാഷണലൈസേഷൻ ആണ്. അപ്പൊ റിലീജിയൻ ആൻഡ് റാഷണലൈസേഷൻ, അപ്പൊ എവിടെ റിലീജിയനിൽ നോക്കിയാൽ അതിൽ ബുദ്ധിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എല്ലാം യുക്തിയാതീതമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതാണ് റിലീജിയൻ അതിന്റെ റാഷണലൈസേഷൻ കാണിക്കുന്നത്. പിന്നെ അതുപോലെ അടുത്ത പോയിന്റ്, റിലീജിയൻ ആസ് അണ്ടർസ്റ്റുഡ് ഇൻ ദ വെസ്റ്റ് കൺട്രീസിൽ എങ്ങനെയാണ് റിലീജിയനെ മനസ്സിലാക്കിയിരുന്നെന്നുള്ള വിവിധ സ്കോളേഴ്സിന്റെ അഭിപ്രായങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്, ഈ യൂണിറ്റിൽ വരുന്നത്. അതിന് താഴെയായിട്ട് വരുന്നത് റാഷണാലിറ്റി ആൻഡ് റിലീജിയൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ 3 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കണ്ടുപിടിക്കുക. അതിന്റെ ആൻസർ അതിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് സ്വയം വായിച്ച് കണ്ടുപിടിക്കുക. പിന്നെ അതിനുശേഷമായിട്ടുള്ളത് ഫങ്ഷണൽ സ്കൂൾ, അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത്, അതുപോലെ സാക്രഡ് ആൻഡ് പ്രൊഫൈൻ ഡർക്കിമിന്റെ അഭിപ്രായത്തിൽ അതിന്റെ പ്രത്യേകതകൾ. അപ്പൊ അതെല്ലാമാണ് ഈ ഫങ്ഷണൽ സ്കൂളിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ ആർ ദ ബിലീവേഴ്സ് റൈറ്റ്? പലതരം വിശ്വാസങ്ങളുണ്ട്. അപ്പൊ ഈ വിശ്വാസങ്ങളെല്ലാം വിശ്വസിക്കുന്നവര് ശരിയായിട്ടുള്ള പാതയിലൂടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അവര് ആ കാലഘട്ടത്തിന്റെ
അകത്തു നിന്ന് നോക്കുമ്പോഴും അവരവരുടേതായ ചിന്താഗതിയിൽ ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻ പുരോഗമിക്കുന്നതും അവൻ്റെ ചിന്താശക്തി വർദ്ധിക്കുന്നതിനും അനുസരിച്ച് അവൻ്റെ വിശ്വാസങ്ങളും അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അവൻ ഏത് സ്ഥിതിയിൽ നിൽക്കണം ആ സ്ഥിതിയിൽ നിന്ന് നോക്കുമ്പോൾ ഇത് വിച്ച് ക്രാഫ്റ്റ് മന്ത്രവാദം ആയാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രവൃത്തികളായാലും അതിനവിടെ റാഷണാലിറ്റി ഉണ്ട് എന്നുള്ള അഭിപ്രായമാണ് കൂടുതലും നിലനിൽക്കുന്നത്. പിന്നെ അടുത്ത പോയിന്റിലുള്ളത് ബീയിങ് ഇൻ ദ വേൾഡ്. അപ്പൊ എവിടെയാണെങ്കിലും നമ്മൾ വേൾഡിൽ എവിടെയായാലും അവിടെ ഒരു ബീയിങ് ആണ്. അപ്പൊ അവിടെ ആ സ്ഥിതിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ അവലോകനം ചെയ്യുക. ബിലീഫിനെ എന്തായാലും അതിനെ അവലോകനം ചെയ്യണത് ആ കാലഘട്ടത്തിന്റെ ആ പരിതസ്ഥിതിയിൽ നിന്നിട്ട് ആയിരിക്കണം. അത് ഇപ്പൊ ഏത് കാലഘട്ടത്തിലായാലും. പിന്നെ അപ്പൊ ഇത്രയാണ് ഈ 2 യൂണിറ്റുകളിലുള്ളത്. അപ്പൊ ഇത് വീണ്ടും വീണ്ടും പഠിക്കുക. അതിൽ ആ ഗോസ്റ്റ് തിയറി അതുപോലെ സോൾ തിയറി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അതുപോലെ നാച്ചുറലിസ്റ്റിക് തിയറീസ് അത് നോക്കുക. അതുപോലെ ഫങ്ഷണലിസം ഇൻ റിലീജിയൻ